പിന്നെ ഭക്ഷണത്തിലേക്ക് ഊതുക എന്നതും മന്ത്രിച്ചൂതലും രണ്ടാണ്. അത് രണ്ടും ഒന്നല്ല. ഭക്ഷണത്തിലേക്ക് ഊതാൻ പാടില്ല. ഊതുന്നതിന് വേറെ മാനദണ്ഡങ്ങളുണ്ട്. അത് നമ്മൾ വേറെ തന്നെ പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 പ്രാവശ്യം വെള്ളത്തിലേക്ക് ഊതി കുടിച്ചു എന്ന് പറയുന്നത് വെള്ളത്തിലേക്ക് ഊതുക എന്നല്ല. സത്യത്തിൽ വെള്ളം കുടിക്കുമ്പോൾ 3 പ്രാവശ്യം ശ്വാസം വിട്ടിരുന്നു എന്നുള്ളതാണ്. ആ ശ്വാസം വിടുന്നത് പുറത്തേക്കാണ്. അതായത് എത്ര കുറഞ്ഞ വെള്ളമാണെങ്കിലും നബിതങ്ങൾ കുടിക്കുമ്പോൾ ആദ്യം ഒരു ഇറക്ക് കുടിക്കും, എന്നിട്ട് നന്നായിട്ടൊന്ന് ശ്വാസമൊക്കെ വലിച്ചു വിട്ടിട്ട് പിന്നെ രണ്ടാമത് കുടിക്കും, പിന്നെ ഒന്ന് ശ്വാസം വലിച്ചു വിട്ടിട്ട് പിന്നെ മൂന്നാമതും കുടിക്കും. ഇങ്ങനെയായിരുന്നു രീതി. അല്ലാതെ ഒറ്റടിക്ക് ഇങ്ങനെ ഒന്നിച്ച് മൂന്നുന്നൊരു സ്വഭാവം ആയിരുന്നില്ല എന്നറിയിക്കുകയാണ് ആ ഹദീസിൽ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പുതിയ ഭാഷയെ പറഞ്ഞ സിപ്പായിട്ട് കുടിക്കുക. സിപ്പായിട്ട് കുടിക്കലായിരുന്നു ഉണ്ടായിരുന്നത്. 3 ഇറക്കായിട്ട് അങ്ങനെ തന്നെ വേറെ ഹദീസിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസ് ഒരുപാട് ആളുകൾ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഹദീസാണ്. 3 പ്രാവശ്യം ഇങ്ങനെ ഊതിയിട്ട് കുടിക്കലല്ല, 3 പ്രാവശ്യം ശ്വാസം വിട്ട് കുടിക്കുന്നു എന്നാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. 1 പ്രാവശ്യം കുടിക്കും, എന്നിട്ട് ശ്വാസമൊക്കെ ഒന്ന് ബ്രീത്തൊക്കെ ഒന്ന് എടുത്ത് ഉഷാറായിട്ട് പിന്നെയും കുടിക്കും, വീണ്ടും ഒന്ന് ബ്രീത്തൊക്കെ എടുത്തൊന്ന് ഉഷാറായതിനു ശേഷം പിന്നെയും കുടിക്കും. അതാണ് ഹദീസിന്റെ വിശദീകരണം. വെള്ളിയാഴ്ച നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു പ്രത്യേക സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അപ്പോൾ ആ മുൻപൊക്കെ ഇപ്പോഴൊക്കെ പലരും മൊബൈലിൽ ഖുർആൻ പാരായണം ചെയ്യും. പണ്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു കിതാബ് തന്നെ, ഒരു ഖുർആനിൻ്റെ ഒരു അധ്യായം ഉണ്ടാവും, അതിൻ്റെ കൂടെ മറ്റൊരു സലാത്ത് ഉണ്ടാവും. ശരിക്കും പുതിയ കാലഘട്ടത്തിൽ ജുമാ നമസ്കാരത്തിന് മുൻപ് ഒരു പ്രസംഗവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആളുകളിൽ നിന്ന് സൂറത്തുൽ കഹ്ഫിൻ്റെ കിതാബും ആ പാകവും മാറ്റപ്പെട്ടു, പ്രസംഗം മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മളൊക്കെ പലതും പല പഴയ ആശയങ്ങളിലേക്ക് തിരിച്ചു പോവുകയും അതൊക്കെ നന്മയാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചില ആളുകൾ അറിയാൻ വേണ്ടി താല്പര്യപ്പെടുന്നുണ്ട്. എന്താണ് ഈ ഖൗഫും സലാത്തും എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കാൻ കഴിയും? തീർച്ചയായും. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥനായ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു, നല്ലൊരു സൂഫിയായ ഒരു മനുഷ്യൻ. മഹാനവറുകളുടെ ഒരു ജീവിതത്തിൻ്റെ അനുഭവമാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. അദ്ദേഹം ഒരു ദിവസം രാത്രി ഒളു ചെയ്യാൻ വേണ്ടി പുറത്തേക്കിറങ്ങി. അപ്പോൾ വെള്ളം കോരിയെടുക്കുന്ന കിണറിൻ്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ബക്കറ്റില്ല വെള്ളം കോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് അദ്ദേഹം ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ നടന്നു വന്നു എന്നാണ്. അപ്പോൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അതിൽ അദ്ദേഹം ഈ വിഷയം പറഞ്ഞപ്പോൾ വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഈ സ്വലാത്ത് ചെല്ലുകയും അദ്ദേഹത്തിന് വെള്ളം കിട്ടുകയും അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കുകയും ചെയ്തു. ഇതാണ് ചരിത്രം. ഈ സംഭവത്തിന് ശേഷം ഏതായിരുന്നു ആ സ്ത്രീ പറഞ്ഞു തന്ന സ്വലാത്ത് എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു. അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വന്നു. ഈ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉദിച്ചു വന്ന എല്ലാ സ്വലാത്തുകളെയും അദ്ദേഹം എഴുതി ഒരു കിതാബാക്കി. ആ കിതാബിനെയാണ് ദലായിലുൽ ഖൈറാത്ത് എന്ന് പറയുന്നത്. ഈ ദലായിലുൽ ഖൈറാത്ത് 7 ദിവസങ്ങളിലേക്ക് ഭാഗിച്ചു. അതൊരു വലിയ കിതാബാണ്. 7 ദിവസത്തേക്ക് ഭാഗിച്ച് ഒരാഴ്ച കൊണ്ട് ചൊല്ലി തീർക്കുന്ന തരത്തിലേക്ക് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അതിൽ വെള്ളിയാഴ്ചക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ അൽ കഹ്ഫും സലാത്ത് എന്ന് പറഞ്ഞ ആ 7ന്റെ 2ാമത്തെ പകുതിയിലുള്ളത്. അത് സ്വലാത്തിൻ്റെ ഒരു നല്ല രീതിയാണ്, അത് അവലംബിച്ച് അങ്ങനെ ചെയ്യാം. ഇനി അത് ചെയ്യാത്ത ആളുകൾ 3 അൽ കഹ്ഫെങ്കിലും ഓതണം. 3 അൽ കഹ്ഫ് ഓതിയതിനു ശേഷം പിന്നെ ബാങ്ക് കൊടുക്കുന്നത് വരെ അല്ലെങ്കിൽ ഖുത്ബ തുടങ്ങുന്നത് വരെ ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി. പക്ഷെ ഒരേ സ്വലാത്ത് ഇങ്ങനെ ഒരുപാട് സമയം ചെല്ലുമ്പോൾ ഒരു മടുപ്പുണ്ടാവും. അതില്ലാതിരിക്കാൻ ഈ വെള്ളിയാഴ്ചയിലേക്കുള്ള ഹിസ്ബിനെ ഉപയോഗപ്പെടുത്തിയാൽ നന്നാവും. ആ ഒരു അർത്ഥത്തിലാണ് അൽ കഹ്ഫും സലാത്തും എന്നതിൻ്റെ അവസാന ഭാഗത്ത് സ്വലാത്ത് കൊടുത്തിട്ടുള്ളത്. ഈ സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ചയുടെ രാത്രിയിലാണോ ശരിക്കും? പലപ്പോഴും നമ്മളൊക്കെ ജോലിക്കാരെന്ന നിലക്ക് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ഒരുപക്ഷെ ഖുത്ബ തുടങ്ങാനായിട്ടുണ്ടാവും. മാക്സിമം ഖുത്ബക്ക് മുമ്പ് എത്തണം എന്നൊരു രീതിയിലേക്ക് ഓടിച്ചില്ല. പക്ഷെ ഇതിൻ്റെ ഒരു പാരായണ സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? സുബഹിയുടെയും ജുമാൻ്റെയും ഇടയിലാണ് അതിൻ്റെ ഏറ്റവും നല്ല സമയം. സുബഹി ബാങ്ക് കൊടുത്തത് മുതൽ അല്ലെങ്കിൽ സുബഹി നിസ്കാരം മുതൽ ജുമ വരെയുള്ള ഏത് സമയത്തും ആവാം. സാധിക്കാത്ത ആളുകൾക്ക് മഗ്രിബ് മുതൽ സുബഹിൻ്റെ ഇടയിൽ ഓതാവുന്നതാണ്. അതും കഴിയാത്ത ആൾക്കാർക്ക് ജുമ കഴിഞ്ഞതിന് ശേഷം വെള്ളിയാഴ്ച മഗ്രിബിക്കാനുള്ള അവസാനിക്കുക, മഗ്രിബിൻ്റെ മുമ്പായിട്ട് ഓതി തീർക്കാവുന്നതാണ്. 1 അൽ കഹ്ഫ് എന്തായാലും ഓതണം. 3 അൽ കഹ്ഫാണ് പുണ്യമാക്കപ്പെട്ടിട്ടുള്ളത്. എൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്, ഒരു അൽ കഹ്ഫ് ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽ കഹ്ഫ് സൂറത്ത് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവനിക്ക് 100 ആയിരിക്കുമെന്നാണ്. 100 എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശം എന്നാണ്. പ്രകാശം എന്നത് ഈമാനിൻ്റെ സിമ്പലാണ്. അപ്പോൾ അതവന് 100 ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ ആയിരിക്കും എന്നതാണ് അർത്ഥം. ഇതിൽ ഈമാൻ വർദ്ധിച്ച 3 പ്രധാനപ്പെട്ട കഥകൾ പറയുന്നുണ്ട് ഈ ഒരു സൂറത്തിൽ.
ഒന്ന് ഗുഹാവാസികളുടെ കഥ പറയുന്നുണ്ട്. അങ്ങനെ ഖിർ അലൈഹി ഇസ്ലാമും മൂസ നബി അലൈഹി ഇസ്ലാമും തമ്മിലുണ്ടായ സംഭവം പറയുന്നുണ്ട്. ദുൽഖർനൈനി എന്ന രാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. വേറെയും ചില സംഭവങ്ങൾ ഇതിലുണ്ട്. ഒക്കെ ഈമാൻ വർദ്ധിക്കുന്ന കഥകളാണ്. അപ്പം അതുകൊണ്ട് ഒരു വെള്ളിയാഴ്ചയിലെ അൽ കഹ്ഫ് അടുത്ത വെള്ളിയാഴ്ച വരെ നൂറായിരിക്കും എന്ന് പറഞ്ഞാൽ ഈമാൻ ആയിരിക്കും എന്നാണ് അതിൻ്റെ ഒരു ആന്തരിക അർത്ഥം. വെള്ളിയാഴ്ചയിൽ അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ചക്ക് മുമ്പ് അവൻ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെയായിരിക്കും മരിക്കുക എന്നാണ് ഇതിൻ്റെ ആന്തരിക അർത്ഥം.